അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരുപാട് കുട്ടികൾ പല സമയത്ത് പല വേളകളിൽ നമ്മളോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സാറേ ആക്ടിവിറ്റീസ് ചെയ്യാമോ എന്നത്. ഞങ്ങളിത് ആ സജഷനെ ശിരസ വഹിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആക്ടിവിറ്റീസിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു ജേർണി നമ്മൾ നടത്താൻ പോവാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പോഡ് കെമിസ്ട്രി ക്ലാസ്. മക്കളെ, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആക്ടിവിറ്റീസുകളാണ് നമ്മൾ ഈ വീഡിയോസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, നോക്കാം നമുക്ക്. ആദ്യത്തെ ആക്ടിവിറ്റീസ് 1-4 ആണ്. അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കുകയാണ്. ടേക്ക് എ സ്മോൾ എമൗണ്ട് ഓഫ് കാൽസ്യം ഓക്സൈഡ് ഓർ ക്വിക്ലൈം ഇൻ എ ബീക്കർ. Slowly add water to this. Touch the beakers as shown in figure 1-3. Do you feel any changes in temperature? മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ടേക്ക് എ സ്മോൾ എമൗണ്ട് ഓഫ് കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ CaO ആണ് നമ്മൾ കാൽസ്യം ഓക്സൈഡ് ആയിട്ടുള്ളത്. ഈ കാൽസ്യം ഓക്സൈഡിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ക്വിക്ലൈം എന്ന് വിളിക്കുന്നത്. ക്വിക്ലൈം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പതുക്കെ കുറച്ച് വാട്ടർ ഇങ്ങനെ ചേർക്കുകയാണ്. അപ്പോൾ ആ കാൽസ്യം ഓക്സൈഡിനെ നമ്മൾ ആരുമായിട്ട് ചേർത്തു? വാട്ടർ അഥവാ H2 ആയിട്ട് ചേർത്തു. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത് മക്കളെ, മനസ്സിലാക്കി വെക്കുക. ഈ ഒരു കാൽസ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആളാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. എന്താണ് മക്കളെ വിളിക്കുക? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇതിനെയാണ് ഞങ്ങൾ കെമിസ്ട്രിയിലെ ആളുകൾ വിളിക്കുന്ന പേരാണ് സ്ലാക്കഡ് ലൈം എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക മക്കളെ? സ്ലാക്കഡ് ലൈം എന്നാണ് നമ്മൾ വിളിക്കുക. സോ കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ മറ്റൊരു അവതാരം കൂടി ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഹീറ്റ്. സോ ഇവിടെ ഹീറ്റ് ഉണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്താണ് എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ, ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ഹീറ്റ് കൂടി ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ടച്ച് ദ ബീക്കേഴ്സ് ആസ് ഷോൺ ഫിഗർ 1-3. നിങ്ങൾ 1-3 കാണിച്ചിരിക്കുന്ന ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡു യു ഫീൽ എനി ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ, നമുക്കിങ്ങനെ ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ കാൽസ്യം ഓക്സൈഡിനെ വാട്ടറുമായിട്ട് ചേർത്താൽ ഓർ ക്വിക്ലൈം ഈസ് കമ്പൈൻഡ് വിത്ത് വാട്ടർ ടു ഫോം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹീറ്റ് പുറന്തള്ളുന്നത് കൊണ്ടാണ് ആ ടെസ്റ്റ് ട്യൂബ് തൊടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ചൂട് അനുഭവപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? ദിസ് ഈസ് ആക്ടിവിറ്റി 1-4. ഇനി നമ്മൾ നേരെ പോകുന്നത് ആക്ടിവിറ്റി 1-5 ഓക്കെ. അപ്പോൾ ആക്ടിവിറ്റി 1-5 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് നോക്കാം. ടേക്ക് അബൌട്ട് 2 gram ഓഫ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽ ഇൻ എ ഡ്രൈ ബോയിലിംഗ് ട്യൂബ്. നോട്ട് ദ കളർ ഓഫ് ദ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽ. മക്കളെ, ഫെറസ് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്രിസ്റ്റൽ FeSO4 ആണ് അല്ലേ? അപ്പോൾ ഫെറസ് സൾഫേറ്റിന് നല്ല ലൈറ്റ് ഗ്രീൻ ആണ്, ഇളം പച്ച കളറാണ്. ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ. ലൈറ്റ് ഗ്രീൻ കളറാണ്. റെഡി? അപ്പോൾ ഈ ലൈറ്റ് ഗ്രീൻ കളർ നമ്മൾ എന്ത്, നോട്ട് ദ കളർ ഓഫ് ദ ഫെറസ് സൾഫേറ്റ് നോക്കി, അത് ലൈറ്റ് ഗ്രീൻ ആണ്. ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് ഓവർ ദ ഫ്ലെയിം ഓഫ് ബർണർ ഓഫ് ഓർ സ്പിരിറ്റ് ലാമ്പ് ആസ് ഷോൺ ഇൻ ഫിഗർ 1-4 കാണിച്ചതുപോലെ തന്നെ നമ്മളൊരു സ്പിരിറ്റ് ലാമ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇത് ചൂടാക്കുന്നു എന്നുള്ളത് നമ്മളിതാ ഇങ്ങനെ ഒരു സാധനമാണ് കൊടുക്കുക. അപ്പോൾ ചൂടാക്കി കഴിയുമ്പോൾ ഒബ്സർവ് ദ കളർ ഓഫ് ദ ക്രിസ്റ്റൽ ആഫ്റ്റർ ഹീറ്റിംഗ്. മക്കളെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫെറസ് സൾഫേറ്റിനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അവിടെ പതുക്കെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കളർ ഇങ്ങനെ മാറാൻ തുടങ്ങും. അവിടെ ഉണ്ടാകുന്ന ആളുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ദാറ്റ് ഈസ് Fe2O3 എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. Fe2O3 മറക്കരുത്, Fe2O3. അതേപോലെ തന്നെ SO2 ആൻഡ് SO3, സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന 2 ആളുകൾ ഉണ്ടാവും. ഇനി ഈ ലൈറ്റ് ഗ്രീന് പതുക്കെ മാറി അതെന്തായിട്ട് മാറും, ഒരു ബ്രൗൺ കളറിലേക്ക് അത് കൺവേർട്ട് ആകുന്നു. സോ ഇത് പഠിച്ചു നോക്കുക. ഫെറസ് സൾഫേറ്റിന് ലൈറ്റ് ഗ്രീൻ കളർ ആണെങ്കിൽ Fe2O3 എന്താണ്, ബ്രൗൺ കളറാണ്. ആ ഒരു കളർ ചേഞ്ച് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട്
ആക്ടിവിറ്റീസുകളുമായിട്ട് ഒരുപാട് കിടുക്കാച്ചി ക്ലാസ്സുകളുമായിട്ട് നമ്മളെ ക്ലാസ് 10 CBSE സൂപ്പർ ബാച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ജോയിൻ ചെയ്യാത്തവരാണ് ഞാൻ പറയുന്നത്, വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഈ ക്ലാസ് 10 CBSE നമ്മൾ കളറാക്കാൻ പോവാണ്. കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസിനോടൊപ്പം നമുക്ക് റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, PYQ സെഷൻ ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്. മാത്രമല്ല പല കുട്ടികൾക്കും ചിലപ്പോൾ ഹിന്ദി, മാത്സ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് അല്ലേ, ഇതൊക്കെ ചിലപ്പോൾ ബേസിക് അറിഞ്ഞുകൂടാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ ബേസിക് തികച്ചും ഇതിൻ്റെ കൂടെ നിങ്ങൾ ഫ്രീ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്ലാസ് 10 CBSE ബന്ധപ്പെട്ട നോട്ട്സുകൾ, സ്ലൈഡുകൾ, അപ്ഡേറ്റ്സുകളൊക്കെ എവിടെ കിട്ടും സാറേ എന്നാണ് നിങ്ങൾ ചോദ്യമെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിയെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പൈസ ഒന്നും വേണ്ട, അതിൻ്റെ ലിങ്കും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം മക്കളെ, ഗുഡ് ബൈ.